ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇതിൽ കൂടുതൽ എന്താ അച്ഛനമ്മമാർക്ക് അവൾ നേടിത്തരാനുള്ളത്? ഉയരങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചവളാ. പക്ഷെ ചെന്ന് പതിച്ചതോ പടുകുഴിയിലേക്കല്ലേ. അങ്ങനൊരു മോളെക്കുറിച്ച് സങ്കടപ്പെടുന്നതിൽ പോലും ഒരു അർത്ഥമില്ല. അവളുടെ ഗതി എന്തോ ആയിക്കോട്ടെ. നിയമത്തിന് തോന്നുന്ന ശിക്ഷ എന്താന്ന് വെച്ചാൽ നൽകട്ടെ. അങ്ങനെയൊന്നും പറയല്ലേ. ഞാനല്ല, അവളോ അച്ഛന്റെ മോള്. പോലീസുകാരോടോ കോടതിയിലോ എന്ത് വേണമെങ്കിലും അവൾക്ക് വേണ്ടി പറയാൻ ഞാൻ തയ്യാറാ. അച്ഛൻ എഴുന്നേൽക്ക്, വാ പോവാ. വേണ്ട, ദൈവത്തിന് നിരക്കാത്തത് ഇന്നുവരെ ദേവനാരായണൻ ചെയ്തിട്ടില്ല, ഇനി ചെയ്യയില്ല. വലിയൊരു പാപം ചെയ്തിട്ടുണ്ട്. അവളെ ജനിപ്പിച്ചു. അതിനുള്ള ശിക്ഷ ഞാനും നിന്റെ അമ്മയും ഏറ്റുവാങ്ങും. അറിയില്ല എത്ര നാള് ഞാനിങ്ങനെ ഉണ്ടാവുന്നു. ചങ്ക് കലങ്ങി ചത്തുപോകത്തേ ഉള്ളൂ. അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇനിയിപ്പോ അഥവാ അവളൊരു കുഞ്ഞു തെറ്റ് ചെയ്താലും അത് പറഞ്ഞു തിരുത്തേണ്ടവരല്ലേ നമ്മളല്ല അത് പൊറുക്കേണ്ടത്. അച്ഛവാ ദേവേട്ട, മോള് പറയുന്നത് കേട്ടോ? ഇല്ല യശോദേ, എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. രാധിക മോളെ കൊല്ലാൻ നോക്കി ഒരുത്തിയെ എന്നെ മകളായിട്ട് അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല. ഈ ജന്മം പറ്റില്ല. ദേവാ, നീ പറയുന്നതിനൊക്കെ ദുഃഖിക്കുന്ന ഒരു കാലം ഉണ്ടാവും. അന്ന് ഈ നിൽക്കുന്നവള് പോലും നിന്റെ അടുത്ത് ഉണ്ടാവില്ല. വലിയ നേട്ടങ്ങളൊക്കെ നേടിക്കഴിയുമ്പോ അവളും ഇട്ടിട്ട് പോവും. അന്ന് നിനക്ക് ജനിച്ച പെൺകുട്ടിയെ ഉണ്ടാവും നിന്നെ കുറിച്ച് ഓർക്കാനും കരയാനും. അമ്മേ, ഇത്രയും കാലം അമ്മ പ്രിയങ്ക ന്യായീകരിക്കുമ്പോ അത് അവളോടുള്ള സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും പേരിലാണെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പൊ കുറ്റവാളിയാണെന്ന് അറിഞ്ഞിട്ടും അവളെ ന്യായീകരിക്കാൻ ശ്രമിച്ച അമ്മയ്ക്കും അതേ മനസ്സാണെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റും. അച്ഛൻ ഇന്ന് അമ്പലത്തിലേക്ക് പോയില്ല മോളെ. ഇനി പോവാനും ഉദ്ദേശിക്കുന്നില്ല. കളങ്കം വീണുപോയാ ദൈവങ്ങളെ പൂജിക്കുന്നത് ശരിയല്ല. എല്ലാം അവസാനിക്കട്ടെ. അവളെ രക്ഷിക്കാത്തതിൽ അച്ഛന് ഒരു കുറ്റബോധവും ഇല്ല മോളെ. അച്ഛൻ ഇത്ര ഗതികെട്ടവനായി പോയല്ലോ. അച്ഛ